PFI SDPI ബന്ധത്തിൽ കൂടുതൽ SDPI നേതാക്കൾ നിരീക്ഷണത്തിൽ. നേതാക്കളുടെ മുൻ സാമ്പത്തിക ഇടപാടുകൾ, ധനസമാഹരണങ്ങൾ എന്നിവയിൽ ഇഡിയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. PFI SDPI കള്ളപ്പണ കേസുകളിൽ സംസ്ഥാനത്ത് ഇഡി നടത്തിയ തുടർച്ചയായ റെയ്ഡുകളിൽ നിർണായക രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നമുക്കറിയാം SDPIയുടെ പ്രധാനപ്പെട്ട അവരുടെ ഓഫീസുകൾ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന അവരുടെ വീടുകൾ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇവർക്ക് PFIയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ SDPIക്ക് മേലുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയല്ലേ അന്വേഷണ സംഘം? ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ SDPIയും PFIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന, അതായത് പുറമെ SDPI പറഞ്ഞിരുന്നത് PFIയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് SDPI പ്രവർത്തിക്കുന്നത്, PFIയുടെ ആശയങ്ങളല്ല SDPIയുടെ ആശയങ്ങൾ എന്നെല്ലാമായിരുന്നു ഇവർ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരോധിത ഭീകര സംഘടനയായ PFIയും ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ട് സംഘടനകൾക്കും ഒരേ നിയന്ത്രണങ്ങളാണുള്ളത്, ഒരേ സ്ഥലത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല ആശയങ്ങളടക്കം നേരത്തെ രാജ്യവിരുദ്ധ ആശയങ്ങൾ, മതഭീകരവാദ പ്രചരണമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത്. എന്നാൽ ആ നിരോധിച്ചതിന് ശേഷവും SDPI എന്ന ഒരു മറയിലൂടെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു PFI നടത്തിയിരുന്നത്. ഇതിനുവേണ്ടി നിരവധി യോഗങ്ങൾ ചേർന്നു PFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല SDPIക്ക് പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ പോലും, യുവജനങ്ങളുടെ എന്ന പേരിൽ യുവജന സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് PFIയുടെ ആളുകളെ അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ പോലും വ്യാപകമായി തന്നെ 2023, 2024 കാലഘട്ടത്തിലെല്ലാം നടക്കുകയും എല്ലാം ചെയ്തു. ഇതിനെ തുടർന്നാണ് വലിയൊരു അന്വേഷണം വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്നതും ഇതിൻ്റെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഡൽഹി യൂണിറ്റ് നിരവധി രേഖകളും തെളിവുകളും എല്ലാം പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ വരെയുള്ള ആളുകളെയാണ് SDPIയുടെ അന്വേഷണ സംഘങ്ങൾ, വിവിധ അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, കഴിഞ്ഞ ഏതാനും വർഷത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിരോധിത ഭീകര സംഘടനയുടെ മുൻ ഭാരവാഹികളുമായി ഏതെല്ലാം തരത്തിലാണ് SDPIയുടെ നിലവിലെ ഭാരവാഹികൾ ബന്ധപ്പെട്ടിരുന്നത്, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയെല്ലാമാണ് കണ്ടെത്തിയിരുന്നത്, സംഘടനയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയെല്ലാമാണ് കണ്ടെത്തിയിരുന്നത്, വ്യക്തിപരമായി എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വ്യക്തിപരമായി അക്കൗണ്ടിലേക്ക് പണം എത്തിക്കൊണ്ട് അത് സംഘടനയ്ക്ക് വേണ്ടി മാറുന്ന അല്ലെങ്കിൽ കൈമാറുന്ന ഒരു രീതി അനുവർത്തിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇത്രയധികം നേതാക്കളെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല മാർച്ച് ആദ്യവാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. കേരളത്തിലടക്കമായിരുന്നു ഈ റെയ്ഡുകൾ. ആ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും എല്ലാം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞു. അതിനുശേഷമാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹെഡ്ക്വാർട്ടറിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിലെ ആളുകൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ വ്യാപകമായി വീണ്ടും കേരളത്തിൽ പരിശോധനയ്ക്കായി ഇന്നലെ എത്തിയതും അങ്ങനെ പാലക്കാടും കോട്ടയത്തും തുടർച്ചയായ പരിശോധനകൾ നടക്കുകയും ഒപ്പം തന്നെ മലയാളി ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി തന്നെയായിരുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് യൂണിറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെത്തി. CRPIFന്റെ സുരക്ഷ കൂടി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു 3 യൂണിറ്റുകൾ ഡൽഹിയിൽ നിന്ന് എത്തി ഈ പരിശോധനയ്ക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത്. അതേസമയത്ത് തന്നെ കോയമ്പത്തൂരും സമാനമായി തന്നെയുള്ള പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വരികയും നിരവധി വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ SDPIയുടെ PFI ബന്ധത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. SDPIക്കെതിരെ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് വിവിധ അന്വേഷണ ഏജൻസികൾ നീളുന്നത്. കാരണം അതിനെ ഒരു മറയാക്കിക്കൊണ്ട്, അതിൻ്റെ ഒരു മുഖമായിക്കൊണ്ട്, PFIയുടെ മുഖമായിക്കൊണ്ട് SDPI പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായതോടുകൂടി അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളടക്കം മനസ്സിലാക്കിക്കൊണ്ടും, കാരണം PFIക്ക് വലിയ ഫണ്ട് നേരത്തെ തന്നെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് SDPI
ഐക്ക് PFI ആയിരുന്നു ഫണ്ടുകൾ നൽകിയിരുന്നത്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ തരത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം SDPI സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിലേക്ക് അത് ഇടതു വലത് മുന്നണികളുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാറുണ്ട്. അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്ന SDPIക്ക് വന്നിരുന്ന ഫണ്ടുകളെല്ലാം തന്നെ PFI കേന്ദ്രങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടിയാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതും. അങ്ങനെയാണ് നേതാക്കളെ നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതെ, SDPIക്കെതിരെയുള്ള അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. അവർക്കെതിരെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് PFIയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിരവധി രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.